ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ഹെയർ ഡൈ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ഹെയർ ഡൈ വാങ്ങിച്ച് നമ്മുടെ തലമുടിയിൽ അപ്ലൈ അപ്പോഴത്തേക്ക് നല്ല ബ്ലാക്ക് ആയിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ബ്ലാക്ക് എല്ലാം നഷ്ടപ്പെടുകയും തലമുടി കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ തലമുടി ഡ്രൈ ആകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഹെയർ ഡൈ ചെയ്യുകയാണെങ്കിൽ, അതായത് തലമുടി കറുപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ മാർക്കറ്റിൽ നിന്നും ഹെയർ ഡൈ വാങ്ങിച്ചിട്ട് പൈസയെ നഷ്ടപ്പെടും. ഒന്ന്, നമ്മുടെ തലമുടിയുടെ ബലമെല്ലാം നഷ്ടപ്പെട്ട് തലമുടി കൊഴിയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും ഷെയറും. അപ്പോൾ നമുക്ക് ഈ ഹെയർ ഡൈ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം. അപ്പം നിങ്ങൾ ഈ ഹെയർ ഡൈ, നാച്ചുറൽ ഹെയർ ഡൈ വീക്കിലി ഒരു 2 days എങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റൊക്കെ നിങ്ങൾ ഒരു 2 days അപ്ലൈ ചെയ്തിട്ട് വീക്കിലി 2 days അപ്ലൈ ചെയ്തിട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീക്കിലി 1 day ആയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ തലമുടി പതുക്കെ ബ്ലാക്ക് ആയിട്ട് വരത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ ഐറ്റംസ് അല്ലേ. ഇപ്പം ഹെയർ ഡൈ അല്ലല്ലോ. ഹെയർ ഡൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നതല്ലേ. അപ്പം നമുക്ക് ഇത് തലമുടി പതുക്കെ കറുപ്പായി വരത്തുള്ളൂ. ഈ ഹെയർ ഡൈ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹെയർ ഡൈയിൽ അമോണിയ ഉള്ളത് കൊണ്ട് അത് പെട്ടെന്ന് ബ്ലാക്ക് ആകും. പക്ഷേ അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തലമുടിയിൽ ബാൾഡാകാൻ സാധ്യതയുണ്ട്. തലമുടിയൊന്നും ഉണ്ടാവില്ല, ഹെയർ ഡൈ ചെയ്യാനായിട്ട് തലമുടിയൊന്നും ഉണ്ടാവില്ല. അതിലിപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഹെയർ ഡൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലമുടി നല്ല സ്ട്രോങ് ആയിട്ട് തിക്കായിട്ട് വളരുകയും ചെയ്യും. അതുപോലെ തന്നെ നാച്ചുറലായിട്ട്, അതായത് പതുക്കെ തലമുടി കറുപ്പാകുകയും ചെയ്യും. അതല്ലേ ഏറ്റവും നല്ലത്. വെറുതെ എന്തിനും നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മുടെ തലമുടി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിരട്ടക്കരിയാണ്. ചിരട്ട കത്തിച്ചിട്ട് അത് തണുത്തതിന് ശേഷം മിക്സിക്കകത്തിട്ട് പൗഡർ ചെയ്തിട്ട് അരിച്ചെടുത്തതാണ് ഇത്. ഇല്ലാന്നുണ്ടെങ്കിൽ തരിത്തരിയായിട്ടുണ്ടാവും. അരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ തരിത്തരിയായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് തലമുടിയിലൊക്കെ, അതായത് തലയിൽ സ്കാൽപ്പിലൊക്കെ കട്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് മിക്സിക്കകത്ത് പൊടിച്ചിട്ട് അരിച്ചെടുക്കാൻ പറയുന്നത്. അപ്പം ഞാനിത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് കത്ത പൗഡറാണ്. ഇത് ഞാൻ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ആയുർവേദ ഷോപ്പിൽ കിട്ടും, വാങ്ങിക്കുക. ഇതൊരു 1 സ്പൂണ് ആഡ് ചെയ്യാം. അപ്പം ഞാൻ കത്ത പൗഡർ 1 സ്പൂണ് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ബൈ ചാൻസ് ആയുർവേദ ഷോപ്പിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഓൺലൈനായിട്ടും കിട്ടും, വാങ്ങിക്കാൻ കിട്ടും ഇത്. നെക്സ്റ്റ് 1 സ്പൂൺ കോഫി പൗഡർ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 1/2 സ്പൂൺ ഫെനുഗ്രീക് പൗഡർ, ഉലുവ പൗഡർ. ഇനി അടുത്തത് ത്രിഫല പൗഡറാണ്. ത്രിഫല പൗഡർ 1 സ്പൂൺ ആഡ് ചെയ്യാം. അപ്പോൾ 1 സ്പൂൺ ത്രിഫല പൗഡർ ആഡ് ചെയ്യുകയാണ്. ഇനി 1 സ്പൂൺ ആംല പൗഡർ. അപ്പോൾ 1 സ്പൂൺ ആംല പൗഡർ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇൻഡിഗോ പൗഡറാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇൻഡിഗോ പൗഡർ നമ്മളെപ്പോഴും വാങ്ങിച്ചിട്ട് അത് കവറൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 2 സ്പൂണ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 സ്പൂണ് ഇൻഡിഗോ പൗഡർ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ പൗഡർ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബ്ലാക്ക് ടീ, കാണുമെന്നറിയില്ല. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ബ്ലാക്ക് ടീ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് ടീ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ തിക്കായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് 1 സ്പൂണ് അല്ലെങ്കിൽ ഒരു 1.5 സ്പൂണ് തൈര് ആഡ് ചെയ്യാം. ഇന്നും അന്നത്തെ പോലെ തന്നെ എൻ്റെ പൂച്ചേൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നോക്ക്, ഹായ് പറ കുഞ്ഞാ, ഹായ്. അപ്പം ഞാൻ 1 സ്പൂണ് തൈര് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാൻ തലമുടിയിൽ ലൈറ്റായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചിരട്ടക്കരിയൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ തലമുടി ഡ്രൈ ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലൈറ്റായിട്ട് എണ്ണ തേച്ചിട്ട് മസാജ് ചെയ്തത്. നിങ്ങൾക്ക് എണ്ണ തേക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അലോവേര തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്താലും മതി. ഞാൻ എണ്ണ തേച്ചു എന്ന് വെച്ചുകൊണ്ട് തലമുടി
ഇപ്പോൾ ആകത്തില്ല എന്നൊന്നുമില്ല, കറുപ്പാകും തലമുടി. ഇത് തേച്ച് കഴിഞ്ഞാൽ കറുപ്പാകും. അപ്പം ഞാൻ എണ്ണയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എൻ്റെ തലമുടിയിൽ. നിങ്ങൾക്ക് എണ്ണ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, അതായത് എണ്ണ തേച്ച് കഴിഞ്ഞാൽ കളർ പിടിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അലോവേര അപ്ലൈ ചെയ്തിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അലോവേര തലയിൽ അപ്ലൈ ചെയ്യേണ്ട, ഈ ഹെയർ പാക്കിൻ്റെ കൂടെ, അതായത് ഈ ഹെയർ ഡൈയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താലും മതി. അപ്പം ഞാൻ തലമുടിയിൽ എണ്ണയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഹെയർ പാക്ക് എങ്ങനെയാണ്, ഹെയർ ഡൈ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ കയ്യിലൊരു ഗ്ലൗസ് ഇല്ലാന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കവർ ഇട്ടിട്ട് ഇത് തലമുടിയിൽ അപ്ലൈ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ കുറച്ച് കറുപ്പാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതായത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ഹെയർ ഡൈ പറ്റിപ്പിടിക്കും. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കവർ നമ്മുടെ കയ്യിലിട്ടിട്ട് തലമുടിയിൽ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഗ്ലൗസ് ഇട്ടിട്ട് കയ്യിൽ കുറച്ചെടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. തലമുടി ഇങ്ങനെ വകഞ്ഞെടുത്തിട്ട് എല്ലാവിടെയും, അതായത് തലമുടിയുടെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യണം. അപ്പം ഞാനിത് തലമുടിയുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1 അവർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 1 അവർക്ക് ഇരിക്കുകയാണെങ്കിൽ നല്ല തലമുടിക്ക് നല്ല ബ്ലാക്ക് ആകും. അതുകൊണ്ടാണ് ഞാനിത് 1 അവർ വെക്കുന്നത്. നിങ്ങൾക്ക് കോൾഡൊക്കെ പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു ½ ആൻ അവർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. മൈൽഡ് ഷാമ്പു ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കടലപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ പയറുപൊടിയോ എന്തെങ്കിലും അതുകൊണ്ട് വാഷ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ വീക്കിലി 2 ഡേയ്സ് എങ്കിലും ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തലമുടി നല്ല ബ്ലാക്ക് ആയിട്ടും തിക്കായിട്ടും നല്ല സ്ട്രോങ് ആയിട്ടും വളരും. ഓക്കെ, അപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ തലമുടി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. 8 യൂസിൽ തന്നെ ഇത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുക. അതിപ്പോൾ 1 മാസമൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ തലമുടി നല്ല ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പൗഡർ എല്ലാം നിങ്ങളെ ഇതേപോലെ ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എപ്പോഴും അതിൽ നിന്നും ആ പൗഡർ ഈ പൗഡർ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഇതേപോലെ ഒരു ബോക്സ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത്, അതായത് ആഴ്ചയിൽ 2 ദിവസമൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ആ ബോട്ടിൽ ഈ ബോട്ടിൽ അങ്ങനെ ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരെണ്ണത്തിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ എല്ലാം കൂടെ ഇട്ട് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിനകത്ത് തന്നെ എടുത്തിട്ട് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോടും പറയുന്നത് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈമും വേസ്റ്റ് ആവത്തില്ല. പിന്നെ അത് തന്നെയല്ല, നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല എന്തെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ പിന്നെ പോയി വീഡിയോ നോക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. വീഡിയോ നിങ്ങൾ നോക്കണ്ടെന്നല്ല, എപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ എഴുതി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതേപോലുള്ളൊരു ബോക്സിനകത്ത് നിങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരു 2 സ്പൂണൊക്കെ എടുത്തിട്ട് ഒന്നെങ്കിൽ തൈരിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മുട്ടയുടെ വൈറ്റ് വേണമെങ്കിലും മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ തലമുടി ഒന്നും കൂടെ നല്ല ഷൈനായിട്ടുണ്ടാവും. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ, ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ മുട്ടയുടെ വൈറ്റ് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.